Dear students, today we are going to study about time series econometrics. So, time series econometrics, as the name suggests, this econometric study deals with time series data. Okay, so in the first session of the basic econometrics part, we have studied different types of data. So mainly there are three types of data: time series, cross-sectional and pooled data, which is a combination of time series and cross-section. Okay, so this time series data, what is this time series data? Time series data എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് set of observations on the values that a variable takes at different times. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വേരിയബിളിലുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ വേരിയബിളിലുള്ള ഒബ്സർവേഷൻസ് പല പീരീഡിൽ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ല, ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ നമ്മൾ ഒരു വേരിയബിളിൻ്റെ ഒബ്സർവേഷൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റാനെ നമ്മൾ ടൈം സീരീസ് ഡേറ്റ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ SBI എന്ന് പറഞ്ഞ ബാങ്ക്, ഈ ബാങ്കിൻ്റെ എന്താ പറയുന്നത്, സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമുക്ക് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തേത് 2000 തൊട്ട് 2010 വരെയുള്ള ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ആണുള്ളത്, എന്താണ് SBI. ഈ SBIയുടെ ഒബ്സർവേഷൻ, നമ്മൾ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്സർവേഷനാണ് നമ്മൾ എടുക്കുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ 2000 ഒരു ഒബ്സർവേഷൻ ഉണ്ട്, 2001 2 അങ്ങനെ 10 വർഷത്തെ ഒബ്സർവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡേറ്റാനെ നമ്മൾ പറയും ടൈം സീരീസ് ഡേറ്റ. അതായത് വി ആർ കളക്ടിങ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഓൺ ദി വാല്യൂ ദാറ്റ് എ വേരിയബിൾ ടേക്ക് അറ്റ് ഡിഫറെൻറ്റ് ടൈം പീരീഡ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ഡെയിലി. ഇപ്പം നമുക്കറിയാം ഈ ഒരു ടൈം സീരീസ് ഡേറ്റ ചില വേരിയബിൾസ് ഇപ്പം നമ്മൾ എടുക്കുവാണ്, നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് എടുക്കുവാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ബേസിസിലാണ് നമ്മളത് എടുക്കുന്നത്, അല്ലേ? ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസത്തെയും വാല്യൂ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഒരു 30 ദിവസത്തെ വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു ടൈം സീരീസ് ഡേറ്റ. അല്ലെങ്കിൽ നമ്മൾ വെതർ റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഡെയിലി ബേസിസിലാണ്. അതുപോലെ മണി സപ്ലൈ വീക്ക്ലി ബേസിസിൽ നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇതൊക്കെ ഒരു മന്ത്ലി ബേസിസിൽ കൺസിഡർ ചെയ്യുന്നു. പിന്നെ ചില ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവലി വാല്യൂസ് നമ്മൾ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അനാലിസിസ് ഒക്കെ എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ അതൊരു ആനുവൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതുപോലെ 10 വർഷം കൂടുമ്പോൾ നമ്മൾ സെൻസസ് ഡേറ്റ എടുക്കുന്നു. അതെന്താണ്? അതൊരു ടൈം സീരീസ് ഡേറ്റയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം 10 വർഷം കൂടുമ്പോഴാണ് അത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ഇൻ്റർവെലോട് കൂടി നമ്മളൊരു വേരിയബിളിൻ്റെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ടൈം സീരീസ് ഡേറ്റ എന്ന്. അതുപോലെ തന്നെയുള്ളതാണ് ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ ഓൺ 1 or more വേരിയബിൾസ്. ഇവിടെ എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 or more വേരിയബിൾസ് ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത് അറ്റ് എ ടൈം. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് സെക്ഷൻ ഡേറ്റ എന്ന് പറയും. അതായത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മളിപ്പോൾ 2000 എന്ന് പറയുന്ന ഈ ഒരു വർഷം എടുത്തു. ആ ഒരു വർഷത്തിൽ SBI ഉണ്ട്, ICICI ഉണ്ട്, HDFC ഉണ്ട്, ഇങ്ങനെ പല ബാങ്കുകളുടെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പം പല വേരിയബിൾസിലാണ് നമ്മൾ ഒബ്സർവേഷൻ, 3 ബാങ്കിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ പറയും ക്രോസ് സെക്ഷണൽ ഡേറ്റയാണെന്ന്. ആൻഡ് പൂൾഡ് ഡേറ്റ എന്താണ്? ഈ പറഞ്ഞ 2 ടൈം സീരീസിൻ്റെയും ക്രോസ് സെക്ഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് ശരിക്കും പൂൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ 3 ബാങ്കിൻ്റെയും സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റ 2000 തൊട്ട് 2010 വരെ 10 വർഷത്തേന് നമ്മൾ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈം സീരീസിൻ്റെ ഫീച്ചറും ഉണ്ട്, ക്രോസ് സെക്ഷൻ്റെ ഫീച്ചറും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ് പൂൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ടൈം സീരീസ് ഇക്കണോമെട്രിക്സ് ആണ്. സോ ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് ടൈം സീരീസ് ഡേറ്റ. അതായത് നമ്മളിവിടെ പഠിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈമിലുള്ള സെറ്റ് ഓഫ് ഒബ്സർവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So before going to a detailed study regarding this time series econometrics, we have to get in touch with certain concept. പ്രധാനമായിട്ടുള്ള ചില ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതിലൊന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. സ്റ്റൊക്കാസ്റ്റിക് ഓർ റാൻഡം പ്രോസസ്സ് ഇതിനെ പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്? So stochastic, or this is also called random, a collection of random variables ordered in time. അപ്പോൾ ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ഓർഡേർഡ് ഇൻ ടൈം. അതായത് റാൻഡം വേരിയബിൾസിൻ്റെ ഒരു കളക്ഷനാണ്. റാൻഡം ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു റാൻഡം വേരിയബിൾസ് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളതിനെ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയും സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ വെച്ച് നമുക്കൊന്ന് പറയാം. ലെറ്റ് വൈ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. ഇനി ഈ വൈക്ക് രണ്ട് രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വൈ ഓഫ് ടി. So if this random variable is continuous ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം y of t, and if it is discrete വേരിയബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ yt. അപ്പം ഡിസ്ക്രീറ്റിൽ വരുമ്പം ആ ഒരു കണ്ടിന്യൂസ് അല്ല, അപ്പോൾ എടുക്കുന്ന പർട്ടിക്കുലർ പീരീഡ് ആയിരിക്കും നമ്മൾ ഈ t എന്നുള്ളിടത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ പറയും yt. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ റാൻഡം വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം y എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ. നൗ യൂഷ്വലി ഇക്കണോമിക് ഡാറ്റ അനാലിസിസിലൊക്കെ നമ്മൾ ഈ ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ലെറ്റ് ദിസ് y, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. y എന്ന് പറയുന്നത് GDP. y represent GDP, and for our data, നമുക്ക് നമ്മളുടെ ഡേറ്റ എടുക്കുവാണെങ്കിൽ 1947 മുതൽ 2007 വരെയുള്ള ഡേറ്റയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡേറ്റയെ നമ്മൾ y1, y2, y3 അങ്ങനെ പോയി y243, y244 ഇത്രയും ഒബ്സർവേഷൻസ് നമ്മൾ എടുക്കുവാണ്. ഇവിടെ y1 എന്നതുകൊണ്ട് ഇപ്പം 1947, ഇപ്പോൾ ഒരു വർഷം തന്നെ 4 ക്വാർട്ടർ ഉണ്ട്. അപ്പം y1 എന്ന് ഉദ്ദേശിക്കുന്നത് 1947 ഫസ്റ്റ് ക്വാർട്ടർ, 1947 സെക്കൻഡ് ക്വാർട്ടർ, y3 1947 തേർഡ് ക്വാർട്ടർ. അങ്ങനെ ആണ് ഇത്രയും ഒബ്സർവേഷൻസ് വന്നത്. അപ്പോൾ y244 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വർഷം ഏതാണ്? 2007. 2007 ഫോർത്ത് ക്വാർട്ടർ, ഏറ്റവും അവസാനത്തെ ഒബ്സർവേഷൻ അതായിരിക്കും. അപ്പം ഇത്രയും ഒബ്സർവേഷൻസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ y വേരിയബിളും ഒരു റാൻഡം വേരിയബിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ GDP നമ്മളെടുത്തു. സോ വി ആർ കൺസിഡറിങ് GDP ആസ് എ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ബിക്കോസ് റിയൽ GDP 1971 ഫസ്റ്റ് ക്വാർട്ടർ, ഇത് 1947 ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഇപ്പം ഒരു $3 ബില്യൺ എന്ന് വിചാരിക്കുക. അതായത് റിയൽ GDP ഓഫ് ദ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു $3 ബില്യൺ ആണ്. തിയറിറ്റിക്കലി GDP ഫോർ ദി ഫസ്റ്റ് ക്വാർട്ടർ ക്യാൻ ബി എനി നമ്പർ, അല്ലേ? ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിലെ GDP എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ 1947 ഇക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഏതെങ്കിലും ഒരു നമ്പർ ആവാം. ദാറ്റ് ഈസ് ദ തിയറിറ്റിക്കൽ ഫാക്ട്, അല്ലേ? GDP ഫിഗർ എന്ന് പറയുന്നത് എനി നമ്പർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് പ്രിവെയിലിംഗ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇയർ. അപ്പോൾ ഇവിടെ വരുന്ന ഫിഗർ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഫിഗർ എന്ന് പറയുന്ന ഒരു റാൻഡം ഫിഗറാണ്. അതേസമയം ഈ y244 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് വേറൊരു വാല്യൂ ആയിരിക്കും. അതും ഒരു റാൻഡം വാല്യൂ ആയിരിക്കും ബേസ്ഡ് ഓൺ ദി ഇക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പീരീഡ്. ഓക്കെ, so we can say that GDP is a stochastic process and the actual value we observed, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂ, GDP എന്ന് പറയുന്ന ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് പർട്ടിക്കുലർ റിയലൈസേഷൻ ഓഫ് ദാറ്റ് പ്രോസസ്സ്. അതായത്
നമ്മൾ ആ പർട്ടിക്കുലർ പീരീഡിലെ ഇക്കണോമിക് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറയുകയാണ് ഒരു പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. സാമ്പിൾ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ഒരു റിയലൈസേഷനാണ് അല്ലേ. നമ്മൾ സാമ്പിൾ എടുത്ത് പഠിക്കുന്നു, ആ സാമ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ വർഷത്തെയും GDP വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ. ആ റെപ്രസെൻറ്റേഷൻ എന്തിൻ്റെ ബേസിസിലാണ്? അപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇക്കണോമിക് ക്ലൈമറ്റിൻ്റെ ബേസിസിൽ ആണ്. സോ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ, ആ ഒരു റാൻഡംനെസ്സിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ടൈം സീരീസ് വി യൂസ് ദ റിയലൈസേഷൻ ടു ഡ്രോ ഇൻഫറൻസ് അബൌട്ട് ദി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ ആണ് നമ്മൾ അവിടുത്തെ ആക്ച്വൽ വാല്യൂ കൊണ്ട് നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ ആ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ ക്ലൈമറ്റിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് അവിടുത്തെ റിയൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി അത് എന്ത് നമ്പരും ആകാം, അതൊരു റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ റാൻഡം പ്രോസസ്സ് വേർ വേരിയബിൾസ് ആർ ഓർഡേർഡ്, റാൻഡം വേരിയബിൾസ് ആർ ഓർഡേർഡ് ഇൻ ടൈം. അപ്പോൾ y1 y2 y3 y4 എന്ന് പറഞ്ഞൊരു ടൈം സീരീസ് ആയിട്ട് നമ്മുടെ റാൻഡം വേരിയബിൾസിന് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. y1 y2 y3 ഇതൊന്നും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാം ആ പർട്ടിക്കുലർ പീരീഡിൻ്റെ കാര്യങ്ങളെ ബേസിസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു വേറൊരു ഫോം നമ്മൾ പറയുന്നു സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ഓക്കെ, സോ ദിസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്, ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് സ്റ്റേഷനറി ആവണമെങ്കിൽ a stochastic process is said to be stationary if the mean value and the variance are constant over time. അപ്പം ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഒരു റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾസിൻ്റെ ഒരു കളക്ഷനാണ്. ഒരു ടൈം സീരീസ് ഓർഡറിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന റാൻഡം വേരിയബിൾസിൻ്റെ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്. ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ സ്റ്റേഷനറി ആണെന്ന് പറയണമെങ്കിൽ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നാണ് അവിടുത്തെ സ്റ്റേഷനറി പ്രോസസ്സ് ആകണമെങ്കിൽ ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ആ വേരിയബിൾസിൻ്റെ മീൻ വാല്യൂയും വേരിയൻസ് വാല്യൂയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി അടുത്ത വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് covariance between two time periods depends only on the distance or gap or lag between the two time period and not the actual time at which the covariance is computed. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, രണ്ട് ടൈം പീരീഡ് ഉണ്ടെങ്കിൽ കോവേരിയൻസ് ബിറ്റ്വീൻ ടു ടൈം പീരീഡ്സ്, കോവേരിയൻസ് എടുക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് രണ്ട് വേരിയബിൾസ് വേണം. അപ്പം രണ്ട് ടൈം പീരീഡിൻ്റെ കോവേരിയൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത് ആ രണ്ട് ടൈം പീരീഡിൻ്റെ ലാഗ് അല്ലെങ്കിൽ ആ രണ്ട് ടൈം പീരീഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് അതിലായിരിക്കണം. ആൻഡ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആക്ച്വൽ ടൈം. കോവേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പീരീഡ് അല്ല നമ്മൾ എടുക്കേണ്ടത്, മറിച്ച് കോവേരിയൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈം പീരീഡ് ഉള്ളതിൻ്റെ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം കോവേരിയൻസ് നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമ്മളതിന് സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ടൈം സീരീസ് ലിറ്ററേച്ചറിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ പറയും വീക്ക്ലി സ്റ്റേഷനറി അല്ലെങ്കിൽ കോവേരിയൻ സ്റ്റേഷനറി അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സ്റ്റേഷനറി, ഇങ്ങനെയൊക്കെ വൈഡ് സെൻസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് വൈഡ് സെൻസിൽ നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയും. ആ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് സ്റ്റേഷനറി ആണെങ്കിൽ ഒന്ന് മീനും വേരിയൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, രണ്ട് ടൈം പീരീഡ് തമ്മിലുള്ള കോവേരിയൻസിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ രണ്ട് ടൈം പീരീഡും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ലാഗിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ കോവേരിയൻസ് പറയേണ്ടത്. അതല്ലാതെ കോവേരിയൻസ് ഏത് വർഷമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ വർഷത്തിൻ്റെ വാല്യൂ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ആണെങ്കിൽ നമ്മളതിനെ പറയും സ്റ്റേഷനറി
stochastic process. Okay, so we can say ഇവിടെ നമ്മളിപ്പം എടുക്കുവാണ് YT എന്ന് പറയുന്നതാണ് ഒരു സ്റ്റൊക്കാസ്റ്റിക് ടൈം സീരീസ് ആണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മീൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് YT ഈക്വൽ ടു ന്യൂ. ഇതായിരിക്കും മീൻ വാല്യൂ. ന്യൂ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ന്യൂ കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് YT ഈക്വൽ ടു expectation of YT minus E of YT, that is equal to expectation of YT minus E of YT എന്താണ്, ന്യൂ ആണ് അല്ലേ, സോറി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഇതും നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ എന്ന് പറയുന്ന പോലെ തന്നെ സിഗ്മ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മീനും കോൺസ്റ്റൻ്റ് ആണ്, വേരിയൻസും കോൺസ്റ്റൻ്റ് ആണ്. ഇനി കോവേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഗാമ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ expectation of YT minus ന്യൂ ഇൻറ്റു YT പ്ലസ് കെ മൈനസ് ന്യൂ. അതായത് YT ഒരു ടൈം പീരീഡ്, YT പ്ലസ് കെ എന്ന് പറയുന്ന അടുത്ത ടൈം പീരീഡ്. അപ്പോൾ ഈ രണ്ട് ടൈം പീരീഡിലുള്ള കോവേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം കോവേരിയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് YTയും YT പ്ലസ് കെയും. ഈ ഒരു കെ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ലാഗ് അല്ലെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ കെ എന്ന് പറയുന്നതാണ് കോവേരിയൻസ് അല്ലെങ്കിൽ ഓട്ടോ കോവേരിയൻസ്. ഇവിടുത്തെ ലാഗ് ആണ് ശരിക്കും കെ, ലാഗ് കെ. അതായത് YT എന്ന് പറയുന്നത് 2000, കെ ഇപ്പം കെയുടെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് പറയാം 2002-ലെയാണിത്. അപ്പോൾ ആ ഒരു 2 എന്ന് പറയുന്ന ലാഗിനെയാണ് ഈ കോവേരിയൻസിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സോ ഷോർട്ട്ലി വി ക്യാൻ സേ ഇഫ് എ ടൈം സീരീസ് ഈസ് സ്റ്റേഷനറി, ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആണെങ്കിൽ ഇറ്റ്സ് മീൻ, ദെൻ വേരിയൻസ് ആൻഡ് ഓട്ടോ കോവേരിയൻസ്. ഓട്ടോ കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ പല ലാഗ് പീരീഡിലുള്ള കോവേരിയൻസിൻ്റെ വാല്യൂ റിമെയിൻ ദി സെയിം നോ മാറ്റർ അറ്റ് വാട്ട് പോയിൻറ്റ് വി മെഷർ ദം. അതായത് ഏത് പോയിൻറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുള്ളത് അവിടെ ഒരു ഫാക്ടർ അല്ല. ആൻഡ് ഓൾ ദിസ് വിൽ റിമെയിൻ ദി സെയിം, ദാറ്റ് ഈസ് ദെയർ ടൈം ഇൻവേരിയൻസ്, നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ടൈം. മീൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരിയൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓട്ടോ കോവേരിയൻസിൻ്റെ വാല്യൂയും ടൈം ഡിപ്പെൻഡിങ് അല്ല, ആകെ അത് ലാഗിനെ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന മീൻ വേരിയൻസ് ഓട്ടോ കോവേരിയൻസ് ഒക്കെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് അറ്റ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ടൈം. ഏത് പോയിൻ്റ് ഓഫ് ടൈമിലാണ് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറേ അല്ല എങ്കിൽ നമ്മളിതിനെ പറയും ദിസ് ഇസ് ടൈം ഇൻവേരിയൻറ്റ്. സോ ദിസ് ടൈം ഇൻവേരിയൻ്റ് ആണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, സ്റ്റേഷനറി ടൈം സീരീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എ സ്റ്റേഷനറി പ്രോസസ് ദ ടൈം സീരീസ് വിൽ ബി ടൈം ഇൻവേരിയൻ്റ് ഓർ വിൽ നോട്ട് ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേഷനറി പ്രോസസ് നമുക്ക് പറയാം എ സ്റ്റേഷനറി പ്രോസസ് വിൽ നോട്ട് ഡ്രിഫ്റ്റ് ടു ഫാർ അവേ ഫ്രം ഇറ്റ്സ് മീൻ വാല്യൂ ബിക്കോസ് ഓഫ് ദി ഫൈനൈറ്റ് വേരിയൻസ്. വേരിയൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്റ്റേഷനറി പ്രോസസ്സിൽ ആ ഒരു സ്റ്റേഷനറി പ്രോസസ്സ് മീൻ വാല്യൂവിൽ നിന്ന് ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്ത് പോവില്ല. നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഇതാണ് മീൻ വാല്യൂ എങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ വേരിയൻസ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. മീൻ വാല്യൂവിൽ നിന്നും ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല, ബിക്കോസ് ഫൈനൈറ്റ് വേരിയൻസ് ആണ് അവിടെ ഉള്ളത്. സോ ദിസ് ഇസ് ദി സ്റ്റേഷനറി ടൈം സീരീസ്. അങ്ങനെയാണെങ്കിൽ നോൺ സ്റ്റേഷനറി ടൈം സീരീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇഫ് എ ടൈം സീരീസ് ഇസ് നോട്ട് സ്റ്റേഷനറി, അപ്പോൾ സ്റ്റേഷനറി അല്ലാത്ത ടൈം സീരീസിന് നമ്മൾ പറയും നോൺ സ്റ്റേഷനറി ടൈം സീരീസ് എന്ന് പറയും. ഇനി നോൺ സ്റ്റേഷനറി ടൈം സീരീസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ടൈം വേരിയിങ്, ടൈം വേരിയിങ് മീൻ ആൻഡ് വേരിയൻസ്. അതായത് മീൻ വാല്യൂയും വേരിയൻസിൻ്റെ വാല്യൂയും ടൈം ഡിപ്പെൻഡ് ചെയ്യുവാണ്. അപ്പം ഓരോ
പീരീഡ് ഓഫ് ടൈം മാറുന്നതനുസരിച്ച് മീനും വേരിയൻസും മാറിക്കൊണ്ടിരിക്കും, അതായത് അത് കോൺസ്റ്റൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ടൈം സീരീസ് ഒരു നോൺ സ്റ്റേഷനറി ടൈം സീരീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇവിടെ സ്റ്റേഷനറി ആണോ നോൺ സ്റ്റേഷനറി ആണോ എന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് എ ടൈം സീരീസ് ഇസ് നോൺ സ്റ്റേഷനറി, സ്റ്റേഷനറി അല്ല നോൺ സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡിങ് ആണെങ്കിൽ വി ക്യാൻ സ്റ്റഡി ദ ബിഹേവിയർ ഓൺലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ടൈം. അതായത് ടൈം ഡിപ്പെൻഡിങ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കതിനെ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ആ പർട്ടിക്കുലർ പീരീഡിലോട്ടുള്ള ബിഹേവിയർ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സെറ്റ് ഓഫ് ടൈം സീരീസ് ഡേറ്റ വിൽ ബി ഫോർ എ പർട്ടിക്കുലർ എപ്പിസോഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ വി കനോട്ട് ജനറലൈസ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ജനറലൈസ് ഇറ്റ് ടു അതർ ടൈം പീരീഡ്. കാരണം ടൈം മാറുന്നതനുസരിച്ച് മീനും വേരിയൻസും മാറുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരിക്കലും ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതായത് നമ്മളുടെ ഇക്കണോമെട്രിക് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഫോർകാസ്റ്റിംഗ് ആണല്ലേ, ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്നുള്ള ഒരു പർപ്പസിന് നമുക്ക് ഈ നോൺ സ്റ്റേഷനറി ടൈം സീരീസ് ആണെങ്കിൽ പറ്റില്ല. കാരണം ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മീൻ വേരിയൻസ് ഓരോ ടൈമിലും ഓരോ മീനും വേരിയൻസും ആണെങ്കിൽ വി കനോട്ട് യൂസ് ദാറ്റ് പർട്ടിക്കുലർ ടൈം സീരീസ് ഡേറ്റ ഫോർ ഫോർകാസ്റ്റിംഗ്. അതായത് നമ്മളുടെ ടൈം സീരീസ് ഡേറ്റയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ സാധ്യമാകില്ല. അപ്പോൾ നോൺ സ്റ്റേഷനറി ടൈം സീരീസ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റേഷനറി ആക്കിയിട്ട് മാത്രമേ ഈ ഫോർകാസ്റ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ടൈം സീരീസ് സ്റ്റേഷനറി ആണോ നോൺ സ്റ്റേഷനറി ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സോ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ്, നമ്മുടെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് അല്ലെങ്കിൽ റാൻഡം പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറ്റ് ഈസ് കോൾഡ് പ്യുവർലി റാൻഡം. സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ് പ്യുവർലി റാൻഡം പ്രോസസ്സ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വൈറ്റ് നോയ്സ് പ്രോസസ്സ്. ദിസ് ഇസ് എ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറൈസേഷനാണ് നമ്മൾ പറയുന്നത് പ്യുവർലി റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ വൈറ്റ് നോയ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മളുടെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ പ്യുവർലി റാൻഡം അല്ലെങ്കിൽ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്? അതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ വരും, ദാറ്റ് ഈസ് സീറോ മീൻ വാല്യൂ 0, കോൺസ്റ്റൻറ്റ് വേരിയൻസ് അതായത് സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻറ്റ് വേരിയൻസ്, ആൻഡ് ഇറ്റ് ഈസ് സീരിയലി അൺകോറിലേറ്റഡ്. ഈ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ പറയും ദിസ് ഇസ് എ വൈറ്റ് നോയ്സ് പ്രോസസ്സ്. ഇപ്പം മീൻ 0 ആയിരിക്കും, വേരിയൻസ് കോൺസ്റ്റൻറ്റ് സിഗ്മ സ്ക്വയർ, സീരിയലി നോട്ട് അറ്റ് ഓൾ കോറിലേറ്റഡ്. അപ്പോൾ അവിടെ കോവേരിയൻസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കോറിലേഷൻ അവിടെ 0 ആണ്. അങ്ങനെയുള്ള ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ പ്രോസസ്സ് വെറും സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് അല്ല, പ്യുവർലി റാൻഡം പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിനെ വൈറ്റ് നോയ്സ് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വൈറ്റ് നോയ്സ് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമ്മുടെ എറർ ടേം the error term ut, നമ്മളുടെ എക്കണോമെട്രിക് അനാലിസിസിൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ നമ്മുടെ എറർ ടേം ആയ ut, ഈ ഒരു എറർ ടേം വൈറ്റ് നോയ്സ് ആണെന്ന് പറയണമെങ്കിൽ വി വിൽ റെപ്രസെൻറ്റ് ദിസ് ആസ് ut ഈസ് IIDN 0 സിഗ്മ സ്ക്വയർ, ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് അവിടെ നമ്മൾ പറയുന്നതാണ് ദ എറർ ടേം ut ഈസ് independently and identically distributed normal distribution. അതാണ് I എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി, രണ്ടാമത്തെ ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 0 മീൻ ആൻഡ് സിഗ്മ സ്ക്വയർ വേരിയൻസ്. ദെൻ ദിസ് ഇസ് കോൾഡ് എ വൈറ്റ് നോയ്സ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ എറർ ടേം വൈറ്റ് നോയ്സ് ആണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺകോറിലേറ്റഡ് ആണ്. ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ 0 ആണ്, കോൺസ്റ്റൻറ്റ് വേരിയൻസ് ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈറ്റ് നോയ്സ് പ്രോസസ്സ്, പിന്നെ നമ്മൾ ഗോസിയൻ വൈറ്റ് നോയ്സ് പ്രോസസ്സ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലാണ് നമ്മൾ ഈ എറർ ടേമിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഗോസിയൻ വൈറ്റ് നോയ്സ് അല്ലെങ്കിൽ വൈറ്റ് നോയ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് മീൻ വാല്യൂ വിൽ ബി 0 ആൻഡ് ദി വേരിയൻസ് വാല്യൂ വിൽ ബി variance value will be constant. So this is the white noise process or purely random process, which is a type of or special type of stochastic process. നമ്മൾ പറഞ്ഞ stochastic processൻ്റെ ഒരു special type of stochastic process ആണ് ഈ white noise അല്ലെങ്കിൽ റാൻഡം പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ നമ്മൾ ടൈം സീരീസ് ഇക്കണോമെട്രിക്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് നോൺ സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക്. നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് പറഞ്ഞു, കുഴപ്പമില്ല. ഇനി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിൽ നോൺ സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ് നമുക്കിനി പഠിക്കാനായിട്ട് ഉള്ളത്. സോ നോൺ സ്റ്റേഷനറി സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ റാൻഡം വാക്ക് മോഡൽ എന്നും പറയും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള ടൈം സീരീസ് ഇക്കണോമെട്രിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകളാണ് കണ്ടത്. താങ്ക് യു.